ഉയിരിലലിയാൻ. രചനാ സംഭാഷണം രുദ്രപ്രിയ. കൃത്യസമയത്ത് തന്നെ അവർ ക്ഷേത്രത്തിലെത്തി. ക്ഷേത്രത്തിനോട് ചേർന്നുള്ള ചെറിയ ഓഡിറ്റോറിയത്തിനോട് ചേർന്നുള്ള കുടുസുമുറിയിൽ രാധയും കൺമണിയും നാരായണിയും ഇരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ ജയശ്രീയും ഭവാനിയും അവിടേക്ക് വന്നു. ജയശ്രീയുടെയും ഭവാനിയുടെയും നോട്ടം കൺമണിയുടെ മേളിൽ തന്നെയായിരുന്നു. ജയശ്രീക്ക് അവളോട് വല്ലാത്ത അസൂയ തോന്നി. വെളുത്ത നിറം, ഉരുണ്ട ദേഹപ്രകൃതിയാണ്. വലിയ കണ്ണുകൾ, അല്പം തടിച്ച ചുണ്ട്, ഇളം ചുവപ്പ് നിറം, നീളമുള്ള മൂക്ക്, അതിന് എടുപ്പ് കൂടാൻ ആ മൂക്കുത്തിയും, വില്ല് പോലുള്ള പുരികം. ചിരിക്കുമ്പോൾ ആ പല്ലുകൾക്ക് പോലും വല്ലാത്ത ഭംഗി. മുഖത്ത് മേക്കപ്പ് എന്ന് പറയാനായി ഒന്നുമില്ല. എങ്കിലും അവൾ ദേവതയെപ്പോലെ തിളങ്ങി. എന്തൊരു ഐശ്വര്യമാണല്ലേ അമ്മേ കൺമണിയെ കാണാൻ. എത്രയൊക്കെ പറയേണ്ടെന്ന് കരുതിയാലും അറിയാതെ വായിൽ നിന്നും വീണ വാക്കുകൾ അതായിരുന്നു. അവളുടെ ഒരു ഭാഗ്യം. അസൂയ തോന്നിപ്പോകുന്നു. ജയശ്രീയുടെ മുഖത്ത് തെളിച്ചം മങ്ങി. എനിക്ക് തോന്നുന്നു ഇത്രയും വലിയ കുടുംബത്തിൽ നിന്നൊക്കെ ആലോചന വരണമെങ്കിൽ ആ ചെറുക്കൻ എന്തെങ്കിലും സ്വഭാവ ദൂഷ്യം കാണും. അല്ലെങ്കിൽ പിന്നെ ഇവക്ക് ഇങ്ങനെ ഒരു ഭാഗ്യമുണ്ടാകുമോ? നല്ല കുടുംബത്തിൽ നിന്നുള്ള പിള്ളേരെ കിട്ടിക്കാണില്ല. അതുകൊണ്ടല്ലേ ഈ ദാരിദ്ര്യം പിടിച്ചതിനൊക്കെ കെട്ടി ജീവിതത്തിൽ കൂടെ കൂട്ടുന്നത്. അവരുടെ സംസാരം അല്പം ഉറക്കെ ആയതുകൊണ്ട് തന്നെ കൺമണിയും അമ്മയും രാധയും അത് കൃത്യമായി കേട്ടു. കൺമണി നിസ്സഹായതയോടെ അമ്മയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഇരുവരുടെയും കണ്ണുകൾ നിറഞ്ഞു. എന്നാൽ അത് കേട്ടപ്പോൾ രാധയ്ക്ക് ദേഷ്യമാണ് തോന്നിയത്. ദേ പെണ്ണുപിള്ളേ, ആവശ്യമില്ലാത്ത വർത്തമാനം പറയുകയാണെങ്കിൽ ഞാനൊരു വീക്ക് വെച്ച് തരും. നിങ്ങൾക്കിത് എന്തിൻ്റെ സൂക്കേടായതുകൊണ്ടാണ് ഇമാതിരി വർത്തമാനം പറഞ്ഞുകൊണ്ട് ഇവിടെ വന്ന് നിൽക്കുന്നത്? ആരെങ്കിലും നന്നാവുന്നത് കണ്ട അപ്പോൾ വന്നോളണം അസൂയയുമായിട്ട്. ഇനി ഇവിടെ നിന്ന് ഇമാതിരി വർത്തമാനം പറഞ്ഞാൽ ഞാൻ പിടിച്ച് പുറത്തേക്ക് തള്ളും. അയ്യോ, ഇതൊരു ഭൂലോക രംഭ. നാക്കിട്ടടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല. നീ പാടി ഇങ്ങോട്ട്, നമുക്ക് അവിടെ പോയി ഇരിക്കാം. ഭവാനി മോളെയും വിളിച്ചുകൊണ്ട് അപ്പുറത്തേക്ക് മാറി. എൻ്റെ പൊന്നമ്മേ, ആരെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും പറയുന്ന കേട്ട് കരയാൻ നിന്നാൽ പിന്നെ അതിനെ സമയം കാണൂ. ഇവളെ പെണ്ണ് കാണാൻ വന്നപ്പോൾ ഞാനും കണ്ടതല്ലേ ആ ചേട്ടനെയും അമ്മയെയും അമ്മാവനെയും ഒക്കെ. എന്ത് നല്ല കൂട്ടരാണ്. അമ്മയെ കണ്ടാൽ പറയുമോ അങ്ങനെ എന്തെങ്കിലും കുഴപ്പമുള്ള ഒരു മോൻ്റെ അമ്മയാണെന്ന്? അവർക്കൊക്കെ എന്ത് സ്നേഹമായിരുന്നു കൺമണിയോട്. ആ തള്ളയ്ക്ക് അസൂയ മൂത്ത് പറയുന്നതാണ്. അത് കേട്ട് കരയെ ഇവിടെ ഒരു അമ്മയും മോളും. അച്ഛൻ്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ തൊഴുത് പ്രാർത്ഥിക്കുമ്പോൾ കാശിയുടെ മനസ്സ് ആഞ്ഞടിക്കുന്ന കടൽ പോലെയായിരുന്നു. അമ്മയുടെയും അമ്മാവൻ്റെയും കാൽക്കൽ തൊട്ട് അനുഗ്രഹം വാങ്ങി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവൻ്റെ കണ്ണുകൾ കലങ്ങിയിരുന്നു. കുട്ടാ, അമ്മാവൻ്റെ ഒച്ച കേട്ട് കാശി തിരിഞ്ഞു നോക്കി. അമ്മയ്ക്കും അമ്മാവനും വേണ്ടിയാണ് എൻ്റെ കുഞ്ഞി വിവാഹത്തിന് സമ്മതിച്ചെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ നിന്നെ വിശ്വസിച്ച് വന്നു കയറുന്ന ഒരു പെൺകുട്ടിയുടെ ജീവിതം ഇനി നിൻ്റെ കയ്യിലാണ്. അവളെ മനസ്സിലാക്കാൻ ശ്രമിക്കണം, മനസ്സുകൊണ്ട് അംഗീകരിക്കാനും. അതുമാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അമ്മയെ എടുത്ത് ബാക്ക് സീറ്റിലേക്ക് ഇരുത്തി. ഒപ്പം അമ്മാവനും കയറി. ഡ്രൈവിംഗ് സീറ്റിലേക്ക് രാജീവൻ കയറിയപ്പോൾ കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കാശിയും ഇരുന്നു. അമ്മാമ്മയ്ക്കും അമ്മയ്ക്കും വേണ്ടി തന്നെയാണ് അതവൻ മനസ്സിലുറപ്പിച്ചു. ചെറുക്കൻ കൂട്ടർ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് കണാരേട്ടൻ പുറത്തേക്ക് പോകുമ്പോൾ രാധയും ഭവാനിയും ജയശ്രീയും ഓഡിറ്റോറിയത്തിൻ്റെ പുറത്തേക്ക് വന്നു. കോ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും കാശി ഇറങ്ങി. വൈറ്റ് സിൽക്ക് കുർത്തയും മുണ്ടും, ഇടം കൈയിൽ വാച്ചും, വലത് കൈയിൽ ആനവാലിൽ തീർത്ത കട്ടിയുള്ള ബ്രേസ്ലെറ്റും, നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന നീളൻ മുടി, ഇളൻ ബ്രൗൺ നിറത്തിലുള്ള ചെറിയ കണ്ണുകളാണ്. ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ രാജീവൻ വീൽ ചെയർ എടുത്ത് പുറത്തേക്ക് വെച്ചു. അമ്മയെ താങ്ങിയെടുത്ത് അതിലേക്കിരുത്തി. ആട്യത്ത് നിറഞ്ഞു തുളുമ്പുന്ന മുഖവും വീതിയുള്ള മുണ്ടുനേരിയതുമാണ് അവരുടെ വേഷം. തലമുടി ഏറെയും നരച്ചിട്ടുണ്ട്. പക്ഷെ അത് കാണുന്നത് തന്നെ ഭംഗിയാണ്. നെറ്റിയിൽ നീളൻ ചന്ദനക്കുറി, കാതിൽ വലിയ കല്ലുവച്ച കമ്മൽ, കഴുത്തിൽ നീളത്തിലുള്ള വലിയ കാശുമാല, ഇരു കൈകളിലുമായി ഓരോ കാപ്പ് വളയും. ഓഡിറ്റോറിയത്തിലും അമ്പലത്തിലും തൊഴാൻ നിന്നവരുമൊക്കെ കാശിയിൽ തന്നെ നോട്ടമുറപ്പിച്ചു. എന്നാൽ അവൻ അതൊന്നും ശ്രദ്ധിക്കാതെ അമ്മയെയും കൊണ്ട് നേരെ അമ്പലത്തിലെത്തി. മുഹൂർത്തത്തിന് സമയമായി പെണ്ണിനെ ഇറക്കിക്കൊള്ളാൻ തിരുമേനി പറഞ്ഞപ്പോൾ നാരായണിയുടെയും രാധയുടെയും ജയശ്രീയുടെയും ഭവാനിയമ്മയുടെയും ഒപ്പം കുനിഞ്ഞ ശിരസുമായി കൺമണി ശ്രീകോവിലിൻ്റെ മുന്നിലേക്ക് വന്നു. അപ്പോഴാണ് ചുറ്റും നിന്നവരെല്ലാം അവളെ ശ്രദ്ധിക്കുന്നത്. അമ്പലത്തിൽ നിന്നും ഭഗവതി നേരിട്ടിറങ്ങി വന്നതുപോലെ കണ്ടു നിൽക്കുന്നവർക്ക് തോന്നി. അത്രയും ഐശ്വര്യമായിരുന്നു അവളെ കാണാൻ. എന്നാൽ കാശിയൊന്ന് നോക്കുക പോലും ചെയ്തില്ല. അവൻ്റെ മനസ്സ് മുഴുവനും, എന്നാൽ അവൻ്റെ മനസ്സിൽ ഇതുപോലൊരു ദിവസം തൻ്റെ കൂടെ ചേർന്ന് നിൽക്കാൻ ആഗ്രഹിച്ച ഗൗരിയുടെ മുഖമായിരുന്നു. തൻ്റെ താലി ഏറ്റുവാങ്ങാൻ ആഗ്രഹിച്ചിരുന്ന അവളുടെ മുഖം. ഓർമ്മകൾ പോലും അവനെ വല്ലാതെ തളർത്തുന്നുണ്ടായിരുന്നു. കണ്ണുകൾ അടച്ച് ദീർഘമായി ശ്വാസം വലിച്ചു വിട്ടു. തിരുമേനി രണ്ടുപേരോടും പ്രദക്ഷിണം പൂർത്തിയാക്കി വരാൻ പറഞ്ഞു. കാശി അടുത്തു നിൽക്കുന്നതോ കൺമണിയെ ശ്രദ്ധിക്കുന്നതോ പോലും ചെയ്യാതെ മുന്നിലേക്ക് നടന്നു. അവന് പിന്നാലെ കുനിഞ്ഞ ശിരസുമായി കൺമണിയും.
പ്രദക്ഷിണം പൂർത്തിയാക്കി ശ്രീകോവിലിന്റെ മുന്നിലെത്തുമ്പോൾ പ്രാർത്ഥിക്കാൻ പോലും മറന്നുപോയി കൺമണി. വല്ലാതെ ശ്വാസമുട്ടൽ തോന്നിയവൾക്ക് ഇന്നു മുതൽ ജനിച്ച നാടും വീടുമൊക്കെ അന്യമായി പോവുകയാണ്. പക്ഷേ കൈ ചേർത്ത് പിടിക്കേണ്ടവൻ ഒന്നും നോക്കുന്നു പോലുമില്ല. ഒറ്റപ്പെടൽ തോന്നി, വീർപ്പുമുട്ടൽ തോന്നി, ശ്വാസം വിലങ്ങുന്ന പോലെ തോന്നി. പെട്ടെന്ന് തൻ്റെ കയ്യിൽ നനുത്ത മറ്റൊരു സ്പർശം തോന്നി. ഞെട്ടി നോക്കി അടുത്ത് നിൽക്കുന്ന ആളാണോ എന്ന്. അവിടെ പ്രത്യേകിച്ച് ഭാവഭേദമൊന്നുമില്ലാഞ്ഞപ്പോൾ മനസ്സിലായി ആളല്ല. മോളെ, അമ്മയാണ്. ഒന്ന് തിരിഞ്ഞു നോക്കി. നിറഞ്ഞ പുഞ്ചിരിയോടെ ആളിൻ്റെ അമ്മ. അടുത്ത് തന്നെ അമ്മാവനും. പിന്നിൽ നിൽക്കുന്ന ആരെയും അറിയില്ല. മുഖമൊക്കെ വല്ലാത്ത ഭാവത്തിൽ ഒരമ്മയും മോളും. തന്നെ നോക്കുന്ന കണ്ണിൽ അവജ്ഞയും പുച്ഛവും. അടുത്ത് നിൽക്കുന്ന ചെറുപ്പക്കാരനും കൂടെ നിൽക്കുന്ന മധ്യവയസ്കനും നിറഞ്ഞ പുഞ്ചിരി തന്നു. അത് കാണേ അവരെയും നോക്കി ചിരിച്ചു. അമ്മയും രാധയും എൻ്റെ പരവേശം കണ്ടിട്ടാകണം വന്ന് അടുത്ത് നിന്നു. ജയശ്രീയും ഭവാനിയും അടുത്തുണ്ട്. എന്നാൽ നോട്ടം അതിഥികളുടെ കണക്കെടുപ്പിലും അളന്നു തൂക്കത്തിലുമാണെന്ന് മാത്രം. കുട്ടൻ ഇടയ്ക്ക് കയ്യിൽ ചേർത്ത് പിടിച്ചു. കൂടെയുണ്ടെന്ന പോലെ നേർത്ത ആശ്വാസം തോന്നി കൺമണിക്ക്. തിരുമേനി പൂജിച്ച താലിമാല ആളിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതും അത് വാങ്ങി അമ്മയെയും അമ്മാവനെയും നോക്കുന്നത് കണ്ടു. തിരിഞ്ഞ് തൻ്റെ നേർക്ക് ആ കൈ നീളുമ്പോൾ അറിയാതെ മുഖമുയർത്തി നോക്കി. ആദ്യമായി ആ മുഖം കണ്ടു. രണ്ടുപേരും ആദ്യമായി കണ്ണിൽ കണ്ണിൽ നോക്കി. അപ്പോഴേക്കും കഴുത്തിന് പിന്നിൽ ആ കൈവിരലിൻ്റെ നേർത്ത സ്പർശം അനുഭവപ്പെട്ടു. കാശി അവളിൽ നിന്നും നോട്ടം മാറ്റി. കൺമണി പ്രാർത്ഥിക്കാൻ പോലും മറന്നു നിന്നു. ഇലച്ചീന്തിൽ നിന്നും സിന്ദൂരം നെറുകിൽ ചാർത്തുമ്പോൾ അവൾ മുഖമുയർത്തിയില്ല. അമ്മ കണ്ണു തുടയ്ക്കുന്നത് കണ്ടപ്പോൾ വിഷമം തോന്നി. നാരായണി, ആളിൻ്റെ അമ്മയുടെ ഒച്ച കേട്ട് അമ്മ അടുത്തേക്ക് വന്നു. കൺമണിയുടെ കൈപിടിച്ച് കുട്ടൻ്റെ കയ്യിൽ ചേർത്ത് വെക്കൂ. അമ്മ നിറഞ്ഞ കണ്ണുകൾ സാരിത്തലപ്പിൽ ഒപ്പിക്കൊണ്ട് കൺമണിയുടെ അടുത്തേക്ക് വന്നു. കണ്ണേ. അവളുടെ കൈപിടിച്ച് കാശിയുടെ കൈക്ക് നേരെ നീട്ടുമ്പോൾ നന്നേ വിറച്ചിരുന്നു ആ അമ്മയുടെ കൈ. കാശിയുടെ വലത് കൈ കൺമണിയുടെ കയ്യിൽ ചേർത്ത് വെച്ചു. അപ്പോഴാണ് ആ കൈയുടെ മുറുക്കം കൺമണി അറിഞ്ഞത്. ചടങ്ങുകൾ അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഓഡിറ്റോറിയത്തിൽ സദ്യ റെഡിയായിരുന്നു. എല്ലാവരും അവിടേക്ക് പോയി. ഫോട്ടോഗ്രാഫർ ചെറുക്കനെയും പെണ്ണിൻ്റെയും ഫോട്ടോ എടുക്കാൻ കൂടി. എന്നാൽ കാശി അതിന് സമ്മതിച്ചില്ല. അതേ, അത് കൊള്ളാം. കല്യാണം കഴിഞ്ഞ് ചെക്കൻ്റെയും പെണ്ണിൻ്റെയും ഫോട്ടോസ് എടുക്കാൻ സമ്മതിക്കില്ല? അതെന്ത് ന്യായം? ഭവാനി അമ്മ കിട്ടിയ അവസരം മുതലാക്കി. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ജയശ്രീ, ഈ ചെറുക്കൻ്റെ താല്പര്യമില്ലാതെയോ മറ്റോ ആണ് വിവാഹം നടന്നത്. എന്തൊക്കെയോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. അതാണ്. കേട്ടപ്പോൾ അമ്മയുടെയും അമ്മാവിൻ്റെയും മുഖം താന്നു. പെട്ടെന്ന് കൺമണി കാശിയെ തോളിൽ പിടിച്ച് അടുത്ത് നിർത്തി. ഫോട്ടോഗ്രാഫർമാരെ വിളിച്ചു. ആ നീക്കമാരും പ്രതീക്ഷിച്ചില്ല. കൺമണി പോലും ഞെട്ടിപ്പോയി. പിന്നെ 1-2 ഫോട്ടോസ് എടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഭവാനിയമ്മയെ നോക്കിയൊരു നോട്ടമുണ്ട്. അതോടെ അവർക്ക് മതിയായി. സദ്യ കഴിക്കുമ്പോഴും എല്ലാവരുടെയും നിർബന്ധം സഹിക്കാൻ വയ്യാതെ ആയപ്പോൾ ഒരു ഫോട്ടോ അത്രയും മതിയെന്നായി. സദ്യ കഴിക്കാൻ നേരം കൺമണിക്ക് ഒരു വറ്റുപോലും ഇറക്കാൻ കഴിഞ്ഞില്ല. വെറുതെ ചോറിൽ ചിക്കിപ്പെറുക്കിയിരുന്നു. എന്നാൽ കാശി ആസ്വദിച്ചു കഴിക്കുന്നുണ്ട്. തിരികെ പുറപ്പെടാൻ സമയമാകുമ്പോൾ അമ്മ അടുത്തേക്ക് വന്ന് കൺമണിയെ ചേർത്ത് പിടിച്ചു. കണ്ണേ, അമ്മയുടെ പൊന്നേ, സന്തോഷമായിരിക്കണം കേട്ടോ. അവളുടെ നെറുകിൽ ചുണ്ടു ചേർത്തു. കെട്ടിപ്പിടിക്കുമ്പോൾ കൺമണി അമ്മയെ ചേർത്ത് പിടിച്ച് ഏങ്ങി കരഞ്ഞു. അമ്മയെയും മോളെയും പത്മവും ശേഖരനും നോക്കി നിന്നു. കൺമണി അമ്മയുടെയും ഏട്ടൻ്റെയും അനുഗ്രഹം വാങ്ങി. എന്നാൽ കാശി ആ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചതേയില്ല. മാറി നിന്ന് ഫോണിൽ ആരോടോ സംസാരിക്കുമായിരുന്നു. പെണ്ണിറങ്ങാൻ സമയമായി എന്ന് ആരൊക്കെയോ പറയുമ്പോൾ കൺമണിയെ ചേർത്ത് പിടിച്ച് കാറിനടുത്തേക്ക് നീങ്ങി നാരായണി. അവളെ അകത്തിരുത്തി അവർ കാശിയുടെ അടുത്തേക്ക് വന്നു. എൻ്റെ കണ്ണൻ പാവമാണ്. അച്ഛനില്ലാത്ത കുട്ടിയാണ്. നോക്കിക്കൊള്ളണം. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ കണ്ടാൽ ശകാരിച്ചോളൂ. അവൾക്ക് ഇടിയും മിന്നലും പേടിയാണ്. പാവമാണ് എൻ്റെ കുട്ടി. ഒന്നും മിണ്ടാതെ എല്ലാം കേട്ട് നിന്നു കാശി. ആ അമ്മയുടെ നിസ്സഹായാവസ്ഥ തൻ്റെ കയ്യിലിരുന്ന അവരുടെ കൈ വിറയ്ക്കുന്നുണ്ടായിരുന്നു. കാശി അവരുടെ കൈ ചേർത്ത് പിടിച്ച് നേർമയായി ചിരിച്ചു. കാറിൻ്റെ ഡോർ തുറന്നു കയറി. അമ്മയും അമ്മാവനും ബാക്കിയുള്ളവരും നേരത്തെ കുന്നത്തേക്ക് തിരിച്ചു കൺമണിയെ സ്വീകരിക്കാൻ. കാറും പുറപ്പെടുമ്പോൾ കൺമണി കരച്ചിലടക്കാൻ പാടുപെടുന്നുണ്ടായിരുന്നു. പലപ്പോഴും ഏങ്ങൽ പുറത്തേക്ക് വന്നു. രാജീവൻ ഡ്രൈവിങ്ങിനിടയിൽ കാശിയെ നോക്കി. എന്നാൽ അവനത് കണ്ടുപോലുമില്ല. കുന്നത്തെത്തുമ്പോൾ ഏകദേശം 4 മണി കഴിഞ്ഞു. കരഞ്ഞെപ്പോഴോ കൺമണി ഉറങ്ങിപ്പോയി. കാശി ഡോർ തുറന്നിറങ്ങുമ്പോൾ അവൾ ഉറക്കമാണ്. ഡോറിൽ ചാരിയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉണർത്താതെ ഡോർ തുറന്നാൽ ചിലപ്പോൾ വീഴും. അതുകൊണ്ട് കാശി തിരികെ കാറിലേക്ക് കുനിഞ്ഞ് അവളെ തട്ടി ഉണർത്തി. പെട്ടെന്ന് ഞെട്ടിക്കൊണ്ട് കണ്ണും തുറന്ന് മിഴിച്ചുകൊണ്ട് കാശിയെ നോക്കി. അപ്പോഴേക്കും അവൻ ഡോറടച്ചു കഴിഞ്ഞു. കൺമണി ഇറങ്ങി കാശിയുടെ അടുത്തേക്ക് നടന്നു.
പത്മം നിറഞ്ഞ മനസ്സോടെ കയ്യിലിരുന്ന നിലവിളക്ക് അവളുടെ കയ്യിൽ കൊടുത്തു. നിലവിളക്കം വാങ്ങി പത്മത്തിന്റെ കാലിൽ തൊട്ടു തൊഴുതു. നിവരുമ്പോൾ വിളക്കും കൊണ്ട് മുന്നിലേക്ക് വേച്ചുപോയി. പെട്ടെന്ന് ഒരു കൈ നിലവിളക്കിലും മറുകൈ ഇടുപ്പിലുമായി അവളെ ചേർത്ത് പിടിച്ചിരുന്നു, വീഴാതെ. പൂജാമുറിയിൽ വിളക്ക് വെച്ച് തൊഴുത ശേഷം കൺമണിയെ അമ്മാവനാണ് കൈപിടിച്ചു കൊണ്ടുവന്ന് കാശിയുടെ അടുത്തിരുത്തിയത്. രാഗിണി കയ്യിൽ കൊടുത്ത ഗ്ലാസ്സിൽ നിന്നും ഒരു സ്പൂണ് പായസം കാശിക്കും അടുത്ത സ്പൂണ് കൺമണിക്കും കൊടുത്തു പത്മം. വൈകുന്നേരത്തെ ഫംഗ്ഷൻ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടില്ലാത്തത് കൊണ്ട് 1-2 ദിവസം കൂടി കഴിഞ്ഞ് നടത്തിയാൽ മതിയെന്ന് കാശി പറഞ്ഞു. മിത്രയും തങ്കവും അവളെ എന്തു പറഞ്ഞു കുത്തും എന്ന ആലോചനയിലാണ്. പെട്ടെന്ന് അവർക്കൊരു കാരണവും കിട്ടി. മാധവന്റെ വകയിലെ അമ്മായി കൺമണിയുടെ അടുത്തേക്ക് വന്നു. അല്ല പത്മം, കെട്ടിച്ചു വിട്ട പെണ്ണിന്റെ വീട്ടിൽ നിന്നും ചെക്കൻ്റെ വീട് കാണാൻ വരുന്നൊരു ചടങ്ങുണ്ടല്ലോ, ഇവിടെന്താ അതൊന്നുമില്ലേ? അത്രയ്ക്ക് നിവർത്തിയില്ലാത്ത കുടുംബത്തിൽ നിന്നായിരുന്നോ സംബന്ധം? അത് കേട്ടപ്പോൾ മിത്രയ്ക്കും തങ്കത്തിനും സമാധാനമായി. കൺമണി ഇപ്പോൾ കരയുമെന്ന മട്ടിലായി. പത്മം അത് കണ്ടു. അമ്മായി, ഞങ്ങൾ കാശിയുടെ ഇഷ്ടം മാത്രമേ നോക്കിയുള്ളൂ. അവൻ കൺമണിയുടെ അമ്മയോട് പ്രത്യേകം പറഞ്ഞിരുന്നു പെൺകുട്ടിയെ മാത്രം മതിയെന്ന്. അല്ലെങ്കിലും കാശിയുടെ പെണ്ണിന്റെ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന് വേണ്ട കുന്നത്ത് കാര്യങ്ങൾ നടക്കാൻ. മോൾ ഇവിടെ ഇരുന്ന് മുഷിയണ്ട, മുകളിൽ കാശിയുടെ റൂമുണ്ട്, പോയി കുളിച്ച് വേഷം മാറി അല്പം വിശ്രമിക്ക്, ഒരുപാട് യാത്ര ചെയ്തതല്ലേ. പത്മം പറഞ്ഞു. അമ്മയ്ക്ക് ഈ ഉന്തുവണ്ടിയിൽ ഇരിക്കാനല്ലേ കഴിയൂ, അല്ലെങ്കിൽ ഞാൻ തന്നെ എല്ലാം ചെയ്തു തരുമായിരുന്നു. രാഗിണി, മോൾക്ക് കാശിയുടെ റൂം കാണിച്ചു കൊടുക്ക്. അവിടെ ഉടുത്തുമാറാനൊന്നും വാങ്ങിയിട്ടില്ല. തൽക്കാലം അമ്മയുടെ മുണ്ട് നേരിയതും തരാം. പിന്നീട് സൗകര്യം പോലെ മോൾ അവനോടൊപ്പം പോയി വാങ്ങിയാൽ മതി. അമ്മ എടുത്തു തരാം കേട്ടോ. രാഗിണി പത്മത്തെ അവരുടെ റൂമിലേക്ക് കൊണ്ടുപോയി. അലമാരിയിൽ നിന്നും എടുക്കാതെ വെച്ചിരുന്ന 3-4 സെറ്റ് മുണ്ട് മടിയിലെടുത്ത് വെച്ചു. കൂടെ 1-2 ജോഡി ധാവണിയും. ഇടയ്ക്ക് കല്യാണപ്പുടവ എടുക്കാൻ പോയപ്പോൾ കണ്ടിഷ്ടപ്പെട്ട് വാങ്ങിയതാണ്. മോൾ ഉടുക്കുമെങ്കിൽ ഇത് ഉടുത്താലും മതി. മോൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഇവിടെ നടക്കാം. അതിനാരെയും പേടിക്കേണ്ട ആവശ്യമില്ല. എന്തുണ്ടെങ്കിലും അമ്മയോട് പറയാം. സ്വന്തം വീടായി തന്നെ കരുതണമെന്നല്ല, ഇത് നിന്റെ സ്വന്തം വീടാണ്. രാഗിണിയോടൊപ്പം മുകളിലേക്ക് കയറി പോകുമ്പോൾ അമ്മയുടെ പെരുമാറ്റം അവൾക്ക് ആശ്വാസം തന്നെയായിരുന്നു. കാശിയുടെ മുറിയുടെ പുറത്ത് രാഗിണി നിന്നു. അകത്ത് കയറുന്നത് കുഞ്ഞിന് ഇഷ്ടമാവില്ല, മോള് പൊയ്ക്കോളൂ. മുറിയിൽ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം കാണും കേട്ടോ. എന്തെങ്കിലും ഇല്ലെങ്കിൽ ചേച്ചിയോട് പറഞ്ഞാൽ മതി. റൂം തള്ളി തുറന്ന് അകത്തേക്ക് കയറി. മുറിയുടെ ഒത്ത നടുക്കായി ചുമരിൽ തട്ടാതെ സെറ്റ് ചെയ്തിരിക്കുന്ന വലിയൊരു കട്ടിൽ. അതിൻ്റെ തൊട്ടടുത്തായി വലിയൊരു നിലക്കണ്ണാടിയും പിന്നെ ഡ്രസ്സിംഗ് റൂം, ബാത്റൂം, പഴമയും പുതുമയും ചേർത്തിണക്കിയ വലിയൊരു തറവാട് വീട്. ഇന്റീരിയറൊക്കെ വല്ലാത്ത ഭംഗിയാണ്. തൻ്റെ വീട്ടിലെ തേക്കാത്ത ചുവരും കുടുസുമുറിയുമാണ് അപ്പോൾ അവൾക്ക് ഓർമ്മ വന്നത്. അമ്മ എന്ത് ചെയ്യുമായിരിക്കും ഓർത്തപ്പോൾ കണ്ണുകൾ കലങ്ങി, നെഞ്ചു നീറി. കണ്ണും മുഖവും അമർത്തി തുടച്ചുകൊണ്ട് കയ്യിലിരുന്ന ഡ്രസ്സ് ബെഡിൻ്റെ മുകളിൽ വെച്ചു. കഴുത്തിൽ കിടന്ന ആഭരണങ്ങളെല്ലാം അഴിച്ച് ബെഡിൽ വെച്ചു. തലയിലെ വച്ചുകെട്ടും മറ്റും കണ്ണാടിയിൽ നോക്കി പതിയെ അഴിച്ചു മാറ്റി. ആഭരണങ്ങൾ എടുത്ത് അലമാരയിൽ വെച്ചു. ഡ്രോയുടെ കീ കാണാത്തത് കൊണ്ട് കാശിയുടെ ഡ്രസ്സിനിടയിലായി പൂഴ്ത്തി വെച്ചു. സാരി അഴിച്ച് ബെഡിൽ വിടർത്തിയിട്ടു. ബ്ലൗസും അഴിച്ച് അത് മാറ്റി. ബാത്റൂമിൽ അത്യാധുനിക രീതിയിലുള്ള എല്ലാ സെറ്റിങ്സും കൂടിയ പൈപ്പ് 1-2 എണ്ണമുണ്ട്. ഇതിപ്പോൾ ഏതിലാ ഓർത്തു നിന്നു. ഒടുവിൽ പതിയെ ഷവർ ഓണാക്കി. വെള്ളം വീഴുമ്പോൾ കൈ നീട്ടിക്കൊടുത്തു. പച്ചവെള്ളം തന്നെ. ആശ്വാസത്തിൽ നീങ്ങി നിന്ന് കുളി പാസാക്കി. കുളിച്ചു കഴിഞ്ഞപ്പോൾ സമാധാനം തോന്നി കണ്ണന്. ഡ്രസ്സിംഗ് റൂമിൽ കയറി ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. മുടി അഴിച്ച് കണ്ണാടിയുടെ മുന്നിൽ വന്ന് നിന്ന് നിവർത്തിയിട്ടു. ഇടുപ്പ് കഴിഞ്ഞ് മുടി കിടപ്പുണ്ട്. കല്യാണമായിട്ട് തുമ്പ് വെട്ടിവിടാൻ അമ്മ ഒരുപാട് നിർബന്ധിച്ചതാണ്. പക്ഷേ മുടി വെട്ടുന്നതൊഴിച്ച് ബാക്കി എന്ത് വേണമെങ്കിലും കേൾക്കാമെന്ന് കൺമണി പറഞ്ഞു. ടവൽ ബെഡിൻ്റെ സൈഡിൽ വിരിച്ചിട്ട് ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി നിന്നു. പറമ്പിൽ പൂത്ത് കിടക്കുന്ന ചെമ്പകത്തിൻ്റെ ഗന്ധം അവളെ പൊതിഞ്ഞു. കുറച്ചു നേരം ജനാലയ്ക്കിൽ നിന്ന് കാറ്റുകൊണ്ടപ്പോൾ ഉറക്കം കണ്ണുകളെ പൊതിഞ്ഞു. മുടി വരത്തേക്ക് നീക്കിയിട്ട് അഴിച്ചിട്ട സാരിയും ബ്ലൗസും ഭംഗിയായി മടക്കി അലമാരയുടെ ഒരു വശത്തെ ഹാങ്കറിൽ തൂക്കിയിട്ടു. തിരികെ വന്ന് ബെഡിൽ കയറി ഓരത്തായി കിടന്നു. 1-2 ദിവസത്തെ ഉറക്കക്ഷീണം ഉണ്ട്. അതുകൊണ്ട് അവൾ പെട്ടെന്ന് ഉറങ്ങിപ്പോയി. ഇടയ്ക്ക് പത്മം പറഞ്ഞതനുസരിച്ച് രാഗിണി പുറത്തു വന്ന് നിന്ന് കതകിൽ തള്ളി നോക്കി. അപ്പോൾ കണ്ടു സുഖമായി ഉറങ്ങുന്ന കൺമണിയെ. കതക് ചാരി വെച്ച് രാഗിണി താഴേക്ക് പോയി. എവിടെയാ രാഗിണി മോള്, എന്തു ചെയ്യുന്നു? ഞാൻ ചെന്ന് നോക്കുമ്പോൾ കുളിച്ച് വേഷം മാറി ഉറക്കമാണ്. കിടക്കട്ടെ, ക്ഷീണം കാണും. ഉണർന്നെഴുന്നേൽക്കുമ്പോൾ താഴേക്ക് വരട്ടെ. അതെന്തൊരു രീതിയാണ് പത്മേച്ചി. വിവാഹം കഴിഞ്ഞ് കയറി വരുന്ന അന്ന് തന്നെ പെൺകുട്ടികൾ ഇങ്ങനെ കിടന്നുറങ്ങുന്നത് ലക്ഷണക്കേടാണ്. അതിനിപ്പോൾ ത്രിസന്ധി സമയമൊന്നും അല്ലല്ലോ തങ്കം.
നീയും ഇത്രയും ഒക്കെ ത്രിസന്ധിക്ക് കയറി കിടന്നാൽ പിന്നെ പാതിരാത്രിയല്ലേ എഴുന്നേൽക്കുന്നത്? അത് പിന്നെ ഞങ്ങളെപ്പോലെയാണോ അവൾ? എന്താ ആ കുട്ടി നിങ്ങളെപ്പോലെ പെണ്ണല്ലേ? നിങ്ങൾക്കൊരു ന്യായം, മറ്റുള്ളവർക്കൊരു ന്യായം. അത് കൊള്ളാം. അത്യാവശ്യമായി 1-2 ഫോൺ കോൾ ചെയ്യാനുണ്ടായിരുന്നത് കൊണ്ട് അതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടാണ് കാശി മുകളിലേക്ക് വന്നത്. റൂം തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ അവനെ വന്ന് പൊതിഞ്ഞ ചന്ദനത്തിൻ്റെ ഗന്ധം, തൻ്റെ റൂമിന് അപരിചിതമായ മണം. കാശി ബെഡിലേക്ക് നോക്കുമ്പോൾ കണ്ടു ബെഡിൻ്റെ ഓരത്തായി ചരിഞ്ഞു കിടന്നു ഉറങ്ങുന്ന രൂപം. മുടി മുഴുവനും മുന്നിലേക്ക് വിടർത്തിയിട്ടിരിക്കുന്നത് കൊണ്ട് മുഖം പോലും കാണാൻ വയ്യ. കാൽപാദങ്ങൾ ഭംഗിയായി കാണാം. നിറയെ മണികൾ വെച്ച പാദസുരം. കാശി നോക്കുമ്പോൾ അവൻ്റെ ടവലാണ് കൺമണി ഉപയോഗിച്ചതെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അലമാര തുറന്ന് മറ്റൊരു ടവൽ തുണികൾക്കിടയിൽ നിന്നും വലിച്ചു പുറത്തേക്കെടുത്തു. പുറത്തേക്കെടുക്കുമ്പോഴാണ് കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു തുണിയും നിലത്തേക്ക് വീണത്. അതിലിരുന്ന ആഭരണങ്ങൾ നിലത്തേക്ക് ചിതറി വീണു. ആ ശബ്ദം കേട്ടപ്പോഴേക്കും കൺമണി ഞെട്ടി ഉണർന്നു. മുടിയും അഴിച്ചിട്ട് ഉറക്കച്ചവടോടുകൂടി മുന്നിൽ നിൽക്കുന്നവളെ കണ്ണും പിടിച്ചു നോക്കി കാശി. ഇതൊക്കെ അഴിച്ച് ഇവിടെയാണോ വയ്ക്കേണ്ടത്? യു ഇറസ്പോൺസിബിൾ ഇഡിയറ്റ്! അവൻ്റെ ആക്രോശം കേട്ടപ്പോൾ പെണ്ണ് ഞെട്ടിപ്പോയി. പേടിച്ച് പിന്നിലേക്ക് 2 അടി വെച്ചു. തുടരും. എന്നെ കഥ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്നവർ ചാനൽ ഫോളോ ചെയ്യണേ. ഉറപ്പായും നിങ്ങൾക്ക് എൻ്റെ കാശിയെയും കൺമണിയെയും ഇഷ്ടമാകും. ഇനി അങ്ങോട്ട് കഥ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെയാണ് പോകുന്നത് കൂട്ടുകാരെ.